ഡിന്നർ ടൈം ആയപ്പോഴാണ് കേട്ടോ വിചാരിച്ചത് ഇന്നത്തെ ഡിന്നർ ഒരു ക്രീമി പാസ്ത ആയാലോ എന്ന്. അങ്ങനെ പാസ്ത ഉണ്ടാക്കാനുള്ള പണിപ്പുരയിൽ കയറി കേട്ടോ. ഈ ഒരു മിക്സ് പൗഡറാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. വേറെ വെജിറ്റബിൾസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, അത്രയും സമയം ലാഭിക്കാമല്ലോ. ഇതൊരു ഈസി പാസ്ത മേക്കിംഗ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് ഒരു വൈറ്റ് ക്രീമി പാസ്ത മേക്കിംഗ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ വൈറ്റ് ക്രീമി ചീസി ക്രീമി മിക്സ് പൗഡർ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് പാലൊഴിച്ച്, ആവശ്യമായ പാലൊഴിച്ച് നമ്മൾ അതിനെ നല്ലപോലെ കുറുക്കി എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ, ആ പാസ്ത നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് വരുന്ന സമയത്ത് നമ്മളതിനെ വാങ്ങി വെച്ച് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പാസ്ത ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് എന്നാൽ പിന്നെ കുറച്ച് പൊട്ടാറ്റോയോ കുറച്ച് ടൊമാറ്റോയും എടുത്ത് അങ്ങ് പൊള്ളിച്ചെടുത്താലോ. ഉരുളൻകിഴങ്ങൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് അതിനെ കുറച്ച് ഉപ്പുപൊടിയും കുരുമുളക് പൊടിയൊക്കെ എടുത്തിട്ട് അതിനൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. വേവിക്കല്ല ചെയ്തത്, ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഡിന്നറൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 8ന് പണി കിട്ടിയെന്ന്. പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അപ്പോൾ ഇഷ്ടത്തോടെ തന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ.